ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ടെസ്റ്റ്നെറ്റ് സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റ് ഹബിനെ കുറിച്ചാണ്. പല രീതിയിൽ ഇതിനെ പ്രൊണൗൺസ് ചെയ്യാം. ചിലർ ഗിറ്റ് ഹബ് എന്ന് പറയും, ചിലർ ജിറ്റ് ഹബ് എന്ന് പറയും. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ഗിറ്റ് ഹബ് എന്നാണ്. ഗിറ്റ് ഹബ് എന്നാണ് ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇഷ്ടമുള്ള യൂസ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടെക്കി സാവി ആയിട്ടുള്ള ആൾക്കാർക്കൊരു വീഡിയോ ഒന്നല്ല. ബേസിക് ആയിട്ട് ഗിറ്റ് ഹബ് അറിയാത്തത്, എന്തിനാണ് ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഡെഫിനേഷൻ, എന്തുകൊണ്ടാണ് നമ്മൾ ഗിറ്റ് ഹബ് ടെസ്റ്റ്നെറ്റിൽ ആവശ്യം വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെ ഇത് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ github.com വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടുള്ളത്, യൂസർ നെയിം, സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ യൂസർ നെയിം കൊടുക്കുന്നത് എന്തായാലും നമ്മൾ യൂണീക്ക് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ക്രിപ്റ്റോ സാവി അങ്ങനെയുള്ള അക്കൗണ്ടുകളൊന്നും കൊടുക്കാതെ നിങ്ങളുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേരിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു യൂസർ നെയിം കൊടുക്കുക. മറന്നിരിക്കാതെ നോക്കുക, എപ്പോഴും ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ലോഗിൻ ചെയ്യാം. ഒന്നില്ലെങ്കിൽ യൂസർ നെയിം വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെപ്പറേറ്റ് ID വെച്ചിട്ടോ ഇമെയിൽ വെച്ചിട്ടോ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾ ഇതുപോലെ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ ഇവിടെ കുറച്ച് സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും. ഇതൊന്നും നിങ്ങളുടെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ടെസ്റ്റ്നെറ്റിന് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് ആൾക്കാരാണ് ഇവിടെ കാണുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ പോയിട്ടൊരു റെപ്പോസിറ്ററാണിത്. ഞാൻ അത്ര കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെപ്പോസിറ്ററിൽ വന്ന് നിങ്ങൾക്ക് എന്താ പറ്റും, നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യണമെന്ന് എന്താ ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നാൽ കാണുന്ന നമുക്കൊരു ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഫോളോ ചെയ്യണമെന്ന് എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് സെറ്റാക്കി, നിങ്ങളുടെ പേരൊക്കെ സെറ്റാക്കി, എല്ലാം സെറ്റാക്കി നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് റെഡി ആക്കി വെക്കാനായിട്ട് ഫസ്റ്റ് നോക്കുക. എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗിറ്റ് ഹബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ടൈമിലാണ്. അതായത് നിങ്ങൾ കേട്ടോ വെർഷൻ കൺട്രോൾ എന്ന് ഇനി അത് കേട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ OS ഒക്കെ ഇറങ്ങുമ്പോൾ, നിങ്ങളുടെ മൊബൈലിൽ OS ഇറങ്ങുമ്പോൾ വെർഷൻ 1, വെർഷൻ 2 അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 14, ആൻഡ്രോയിഡ് 13 അങ്ങനെ പറഞ്ഞ ഓരോ വെർഷൻസ് ഇല്ലേ, അതാണ് ഈ വെർഷൻ എന്ന് പറയുന്നത്. ഈ വെർഷൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഗിറ്റ് ഹബ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ ലെവലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു 20 ഡെവലപ്പേഴ്സ് ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു IT കമ്പനിയിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി 20 ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20 ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ, ചിലപ്പോൾ 2 പേര് ഒരുമിച്ചിരുന്നാക്കി ചിലപ്പോൾ ഒരു കോഡിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടാവുക. അപ്പോൾ ഇവരൊരു വർക്കിന് ഒരു കോഡ് ചെയ്ത സാധനം അവിടെ നിന്ന് നമ്മൾ സാധനം എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ടെലഗ്രാമിലാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ ആ കോഡ് ടെലഗ്രാമിൽ അയച്ചിരും. എന്നിട്ട് ടെലഗ്രാമിൽ ആ കോഡ് നമ്മളെടുത്തിട്ട് നമ്മുടെ നിന്ന് കോപ്പി ചെയ്യും. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. ഇതൊന്നും ചെയ്യാതെ ഇതിനൊക്കെ കൂടി ഒരു ഹബ്ബായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ഹബിൽ വന്ന് എല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഗിറ്റ് ഹബിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു റെപ്പോസിറ്ററി ഉണ്ടാകും. നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി ഉണ്ടാകും ഒരു റെപ്പോസിറ്ററി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൊഫൈൽ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ യുവർ റെപ്പോസിറ്ററിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഹോം ബട്ടൺ കണ്ടോ, നിങ്ങൾ ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ടോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു റെപ്പോസിറ്ററി ഉണ്ടാകാം. എന്താണ് ഈ റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മൾ ഗൂഗിൾ ക്ലൗഡിലൊക്കെ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് എന്ത് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ റെപ്പോസിറ്ററി കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ടെസ്റ്റ്നെറ്റ് എന്ന് പറഞ്ഞിട്ട് റെപ്പോസിറ്ററി കൊടുക്കാൻ പോകുന്നത്, ടെസ്റ്റ്നെറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ട് റെപ്പോസിറ്ററി കൊടുക്കാൻ പോവാണ്. അതിനുശേഷം എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അത് നിങ്ങൾക്ക് പബ്ലിക്കാണ്, പ്രൈവറ്റ് ആണെന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പബ്ലിക് പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങളുടെ കോഡ് പ്രൈവറ്റ് ആയിട്ട് വേറെ ഒരാൾക്കും കൊടുക്കേണ്ട, നിങ്ങളുടെ കമ്പനിയുടെ ഉള്ളിൽ മാത്രം ഇരുന്നാൽ മതി, പബ്ലിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രൈവറ്റ് കൊടുക്കാം. ഇനി അത് മാത്രമല്ല, ഈ ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ അവരുടെ ഫയൽസ്, ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ എന്ത് ചെയ്യും, കുറേ കൊണ്ടുകൂടെ ഡംപ് ചെയ്ത് വയ്ക്കും. അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് പോലെ കുറേ എന്ത് ചെയ്യും, ഇതിനെ കൊണ്ട് സേവ് ചെയ്ത് വെക്കാറുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കണം. അപ്പോൾ റെപ്പോസിറ്ററി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഇഷ്ടമുള്ള കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഓൺ ടെസ്റ്റ്നെറ്റ് ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പബ്ലിക്കായിട്ട് കൊടുക്കണം. ആഡ് റീഡ്മി ഫയൽ വേണമെങ്കിൽ ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഞാനിവിടെ ആഡ് റീഡ്മി ഫയൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ പ്രശ്നത്തിനായിട്ട് ഇതിപ്പോൾ ഞാൻ കൊടുക്കാനും സേവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാനിവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി കാണാൻ പറ്റും. ആ റെപ്പോസിറ്ററി എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ റെപ്പോസിറ്ററി എന്ത് ചെയ്യുന്നത് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ റെപ്പോസിറ്ററി ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി ഇനി എന്ത് ചെയ്യണം, തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഹോം എടുക്കുമ്പോൾ ചിലപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വരിക, പ്രൊഫൈൽ വരിക, അതിനുശേഷം എന്ത് ചെയ്യുക, യുവർ റെപ്പോസിറ്ററിയിലേക്ക് വരിക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടെസ്റ്റ്നെറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ റെപ്പോസിറ്ററി ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാനത് ടെസ്റ്റ്നെറ്റ് പ്രോ എന്ന റെപ്പോസിറ്ററി ഉള്ളിലേക്ക് കയറുകയാണ്.
ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് ഫോട്ടോസ് ഇടാം, ഫയൽസ് ഇടാം, കോഡ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനായിട്ട് ഇടാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്കിവിടെ ആഡ് ഫയൽ എന്ന് കാണാൻ പറ്റും. ഈ ആഡ് ഫയൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ഫയൽ ഓർ അപ്ലോഡ് ഫയൽസ് കാണാൻ പറ്റും. ഈ അപ്ലോഡ് ഫയൽസ് എടുത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ നിങ്ങളുടെ ഫയൽ മാനേജർ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ചൂസ് യുവർ ഫയൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫയൽസ് വി അപ്ലോഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേര് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, എന്തെങ്കിലും ഒരു സാധനം ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ആഡിങ് പിക്ക് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. ഇവിടെയാണ് നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ അത് ക്യാൻസൽ ചെയ്യാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ടീം ഉണ്ടാവും, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ടീം ഉണ്ടാവും, അല്ലെങ്കിൽ ഡെവലപ്പർ ടീം ഉണ്ടാവും, അങ്ങനെ പല പല ടീമുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 20 പേരും ഇപ്പോൾ ഒരു സെയിം കോഡിൽ, ഇപ്പോൾ ഞാനിവിടെ വിചാരിക്കുകയാണ്, ഞാനിവിടെ ഒരു പുതിയൊരു ഫയൽ ആഡ് ചെയ്യാൻ പോകണം. ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫയൽ കൊടുത്തിട്ട് ഞാൻ അതിന് ഒരു ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്യാൻ പോകട്ടെ. ഞാൻ ടെക്സ്റ്റ് ഫയൽ ഹലോ മങ്കി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്യാണ്. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുകയാണ്, സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കമ്മിറ്റ് ചേഞ്ചസ്. എന്താണ് കമ്മിറ്റ് ചേഞ്ചസ്? ഞാൻ ഈ ചെയ്ത ഫയൽ ഞാൻ എന്ത് ചെയ്യണേ, എൻ്റെ റെപ്പോസിറ്ററിയുടെ ഉള്ളിലെ മെയിൻ ബ്രാഞ്ചിലേക്ക്, ബ്രാഞ്ച് എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ഞാൻ മെയിൻ ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യുന്നു. കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഞാൻ അതിലേക്ക് പുഷ് ചെയ്യുന്നു. അതായത് ഈ വാക്കുകൾ ഇവിടെ ഓർത്ത് വയ്ക്കണം, പുഷ് ആൻഡ് പുള്ള്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, പക്ഷേ കുറച്ച് ടൈമുകൾ നമ്മൾ പഠിച്ചു ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ കണ്ടില്ലേ, ഞാനൊരു ഫയൽ ഉണ്ടാക്കി, അത് ഇവിടെ കയറി, മനസ്സിലായി. അപ്പോൾ കമ്മിറ്റ് കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്, ആ സാമ്പിൾ എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കയറി വന്നത്. കണ്ടില്ലേ, കമ്മിറ്റ് കൊടുത്തപ്പോൾ മാത്രമല്ല വന്നിട്ടുണ്ടാവുക. അതെ, അപ്പോൾ ഇതിനുള്ള എന്ത് മാത്രം എടുക്കുന്നത്, ഹലോ മങ്കി എന്ന് പറഞ്ഞ ഫയൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഞാൻ വീണ്ടും എൻ്റെ റെപ്പോസിറ്ററിയിൽ പോവുകയാണ്. അവിടെ വന്ന ശേഷം എന്ത് ചെയ്തു, എൻ്റെ സാമ്പിൾ എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കാണുന്നുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങൾക്കിവിടെ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു 2-3 ആൾക്കാർ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ ഒരൊറ്റ ഫയലിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ അതിനുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ മോഡുകളാണ് വർക്ക് ചെയ്യുന്നത്, മറ്റേ ആൾ വേറെ ഫംഗ്ഷൻ മോഡുകളാണ് വർക്ക് ചെയ്യുന്നത്. ഫംഗ്ഷൻ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ലൈൻ അല്ല 100 ലൈൻ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാൾക്ക് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഒരു 20 ലൈൻ കോഡിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, അത് സെറ്റ് ചെയ്യാൻ പറയാണ്. അടുത്ത ആൾക്ക് വന്ന് ഏറ്റവും അവസാനത്തെ ഒരു അടുത്ത സെക്ഷൻ കോഡിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതായത് 50 തൊട്ട് 60 ലൈൻ പോലെ എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറയാണ്. അങ്ങനെ 2 പേർക്ക് സെയിം ഫയൽ വർക്ക് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഈ 2 പേര് സെയിം ഫയൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ടും കൂടി മെയിൻ ഇതൊരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു യൂസർ കാണുന്ന സ്ഥലം വിചാരിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂസർ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വരുത്തി ചേഞ്ച് എന്ന് വരും, അത് അപ്പം തന്നെ അപ്ലൈ ആവും. അപ്പം തന്നെ യൂസറിന് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിലോ അപ്പോൾ ആ എറർ അപ്പം യൂസറിന് കാണില്ലേ, അപ്പോൾ യൂസർ സാറ്റിസ്ഫൈ ആവും ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, മെയിൻ എന്ന് സെർച്ച് കാണാൻ പറ്റും. ഇവിടെ മെയിനും ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിവിടെ വ്യൂ ഓൾ ബ്രാഞ്ചസ് കാണാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് നേരെ ഈ 1 ബ്രാഞ്ച് കണ്ട അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക. അതും ക്ലിക്ക് ചെയ്ത് എന്ത് പറ്റും, നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കാനുള്ള സ്ഥലം കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ന്യൂ ബ്രാഞ്ച്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആകെ എന്തുള്ളൂ, ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കുമ്പോൾ ആകെ ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പറയുന്ന പേരാണെന്ത്, മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച്. മെയിൻ ബ്രാഞ്ചാണ് എന്ത്, ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. നമ്മളൊരു ഹൈറാർക്കി ആലോചിക്കുക, അതായത് ഏറ്റവും മേലെ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മേലെ, അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും ചിലപ്പോൾ എന്തുകൊണ്ട് വരാം, അതിൻ്റെ താഴെയുള്ള ബാക്കിയുള്ള മന്ത്രിമാർ വരാം. അപ്പോൾ ഒരു ഹൈറാർക്കി ആയിട്ട് ആലോചിച്ചുകൂടെ. അതുപോലെ തന്നെയാണ് എന്ത്, ഒരു മെയിൻ ബ്രാഞ്ച്, അതിൻ്റെ താഴെ ബാക്കിയുള്ള ആൾക്കാർ വരും. ഞാൻ എന്ത് ചെയ്യുക, ന്യൂ ബ്രാഞ്ചുമ്പോൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത്, ഞാനൊരു ബ്രാഞ്ച് കൊടുക്കാൻ പോവാണ്, വർക്കർ 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രാഞ്ച് കൊടുക്കാൻ പോവാണ്, വർക്കർ 1 എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് മെയിൻ ബ്രാഞ്ചിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ബ്രാഞ്ച് കൊടുക്കുന്നു. അപ്പോൾ ഈ വർക്കർ 1ന്റെ പാരന്റ് ആരാണ്, മെയിൻ ആണ്. മനസ്സിലായില്ലേ, അതാണ് മനസ്സിലാക്കേണ്ടത്. വർക്കർ 1ന്റെ പാരന്റ് ആരാണ്, മെയിൻ ആണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും വർക്കർ 1 ഇവിടെ ഉണ്ട്, മെയിൻ ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. ഇനി ഞാനിവിടെ വർക്കർ 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ബ്രാഞ്ച് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മാറി. കണ്ടോ, എന്തായി, ഇപ്പോൾ വർക്കർ 1 ആയി. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം മെയിൻ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഞാനിവിടെ മെയിൻ ബ്രാഞ്ചിൽ എടുത്താലും വർക്കർ 1ൽ എടുത്താലും ഈ 2 ഫയൽ തന്നെ എന്തുണ്ട്, എനിക്കിവിടെ കാണുന്നുണ്ട്. ഇനി ഞാനിവിടെ എൻ്റെ വർക്കർ 1ൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സാമ്പിൾ ഫയൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഞാൻ ഈ സാമ്പിൾ ഫയൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഓഹോ ഇതിലെന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാനിവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പെന്നിൻ്റെ ചിഹ്നം കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ദിസ് ഈസ് ഫൈൻ എന്നടിച്ചു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് കൊടുത്തു. കമ്മിറ്റ് ഡയറക്റ്റ്ലി ടു ദ വർക്കർ ബ്രാഞ്ച് എന്ന് കൊടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കമ്മിറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റും, എൻ്റെ വർക്കർ ബ്രാഞ്ചിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഉണ്ടായിരുന്ന മെയിൻ ഫയലുണ്ടായിരുന്ന ഹലോ മങ്കി എന്ന സാധനത്തിലുള്ളത് ദിസ് ഈസ് ഫൈൻ എന്നൊരു ലൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റെപ്പോസിറ്ററിലേക്ക് വരികയാണ്, ടെസ്റ്റ്നെറ്റ് പ്രോ എന്ന റെപ്പോസിറ്ററിലേക്ക് വരികയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മെയിൻ ബ്രാഞ്ച് മാറ്റിയിട്ട് ഞാൻ എൻ്റെ വർക്കർ ബ്രാഞ്ച് ഇടാണ്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകട്ടെ. അതിനുശേഷം സാമ്പിൾ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തു.
അപ്പോൾ എനിക്ക് കാണുന്നുണ്ട് ഹലോ മങ്കി ദിസ് ഈസ് ഫൈൻ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓക്കെയാണ്. ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് വർക്കർ ബ്രാഞ്ച് മാറ്റിയിട്ട് ഞാൻ എൻ്റെ മെയിൻ ബ്രാഞ്ച് ഇട്ടു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ സാമ്പിൾ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. അവിടെ ദിസ് ഈസ് ഫൈൻ കാണുന്നുണ്ടോ? ഇല്ല. അതായത് എന്താണ്, ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ ഒരിക്കലും ചേഞ്ചസ് വരാൻ പാടില്ല. മെയിൻ ബ്രാഞ്ചിൽ എന്താണ്, മെയിൻ ബ്രാഞ്ച് മാനേജ് ചെയ്യുന്നത് എപ്പോഴും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളായിരിക്കും. ആ പ്രോജക്റ്റിൻ്റെ ലീഡൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, മെയിൻ ബ്രാഞ്ച് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ വരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ ബാക്കിയുള്ള ആൾക്കാരുടെ എന്ത് ചെയ്യുക, ഈ വർക്കർ ബ്രാഞ്ച് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്തോളാം പറയും. അപ്പോൾ അവർ ഇതിൽ ചേഞ്ചസ് ചെയ്തു. അപ്പോൾ ചേഞ്ചസ് വരുത്തി. അപ്പോൾ എന്ത് പറ്റി, ഞാൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഞാൻ എൻ്റെ ടെസ്റ്റ്നെറ്റ് പ്രോയിലേക്ക് പോവുകയാണ്. അതിനുശേഷം നോക്കിയാണ് ഞാൻ ആ ചേഞ്ചസ് വരുത്തത്. ഞാൻ അവരുടെ വർക്കർ ബ്രാഞ്ചിലോട്ട് പോയി. അതിനുശേഷം എന്ത്, അവർ ചേഞ്ചസ് നോക്കി, ഇത് കുഴപ്പമില്ല, ചേഞ്ചസ് ഓക്കെയാണ്, സെറ്റാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് ആ ചേഞ്ചസിനെ എൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ മെയിൻ ഫയലിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ? അതായത് വർക്കർ 1 എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ചെയ്തുകൊണ്ടിരുന്ന ആള് ഒരു പുഷ് ചെയ്തു. എന്താണ്, അവിടെ മെയിൻ ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന ഒരു ഫയലിലേക്ക് അയാളുടെ ബ്രാഞ്ചിൽ ഒരു പുഷ് ചെയ്തു. ഇനി ആ ഫയൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിവിടെ കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് ഉണ്ട്. അതായത് അവിടെ നിന്നുണ്ടാക്കിയ ചേഞ്ചിനെ പുള്ള് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒരു ടൈറ്റിലാണ് അപ്ഡേറ്റഡ് സാമ്പിൾ. അപ്പോൾ അപ്ഡേറ്റഡ് എന്ന് ഞാനൊരു അപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം എന്തെങ്കിലും ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ മെർജ് പുൾ റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം കൺഫേം മെർജ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ മെർജ് മെസ്സേജ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞാനിവിടെ മെർജ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ വർക്കർ 1 എല്ലാ കാര്യങ്ങളും അവിടെ എന്തൊക്കെ ചേഞ്ച് വരുത്തിയോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ടെസ്റ്റ്നെറ്റ് 1 മെയിൻ ബ്രാഞ്ചിലെ സാമ്പിളിൽ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. അയാൾ ചേഞ്ച് കണ്ടില്ലേ, ഇപ്പോൾ സാമ്പിളിൽ ആ ചേഞ്ചസ് വന്നില്ലേ. അപ്പോൾ അയാൾ വരുത്തിയ ചേഞ്ചസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടുന്നുണ്ടാവും എന്തിനാണ് ബ്രാഞ്ചസ് ഉപയോഗിക്കുന്നത്. കാരണം ബ്രാഞ്ചസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര വർക്കേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കൊക്കെ ഓരോ ബ്രാഞ്ചസ് കൊടുക്കാം, അല്ലെങ്കിൽ 2 പേർക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള അത്ര എന്ത് ചെയ്യാം, ബ്രാഞ്ചസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഈ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് വരുത്തിയിട്ട് മെയിൻ ബ്രാഞ്ച് മാനേജ് ചെയ്യുന്ന ആളാണ് എന്ത് ചെയ്യുക, ആ ചേഞ്ചസ് എൻ്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരണോ വേണയോ എന്ന് നിശ്ചയിക്കുന്ന ആരാണ്, മെയിൻ ബ്രാഞ്ച് മാനേജ് ചെയ്യുന്ന ആളായിരിക്കും. ഇതിന് കുറേ റോളൊക്കെ ഉണ്ട്. ആ റോളൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ മെയിൻ ബ്രാഞ്ച്, നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, മെയിനായിട്ട് കുറച്ച് ആവശ്യങ്ങളുള്ളത് എന്ന് വെച്ചാൽ കമ്മിറ്റികൾ കുറേ വരുത്താം. ഇപ്പോൾ അടുത്ത് വന്നിട്ട് ടെസ്റ്റിൻ്റെ ഒന്ന് സാമ ടെസ്റ്റിൽ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 10 കമ്മിറ്റ് ജൂലൈ 1 മുന്നേ ഉണ്ടായിരിക്കുന്ന വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തിൻ്റെ കമ്മിറ്റ് പോലും ഇല്ല. ഇപ്പോൾ എൻ്റെ ഇത്ര കമ്മിറ്റ് ആയി, 2 കമ്മിറ്റ് ആയി ഓൾറെഡി. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമ്മിറ്റ് വരുത്തണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സാമ്പിൾ ഫയൽ ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ മെയിൻ ബ്രാഞ്ചിൽ ഒരു സാമ്പിൾ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഓക്കെ എന്ത് ചെയ്തു, കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്തു. ഇപ്പോൾ ഒരു കമ്മിറ്റ് ആയില്ലേ, അതായത് നിങ്ങളുടെ റെപ്പോസിറ്ററിൽ എന്ത് ചെയ്തു, ഒരു കമ്മിറ്റ് എത്തി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ പോയി എന്ത് ചെയ്യാം, വീണ്ടും ആ കമ്മിറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചറപ്പറ കമ്മിറ്റ് ചെയ്യാം. അതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 ബ്രാഞ്ചസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതായത് മാക്സിമം ഒരു 5 ബ്രാഞ്ചസ്. ആ 5 ബ്രാഞ്ചസിന് എന്ത് ചെയ്യുക, ഇവിടെ പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കുക. എന്നിട്ട് ആ ബ്രാഞ്ചിലുള്ള എന്ത് ചെയ്യുക, പുതിയൊരു ഫയൽ ഉണ്ടാക്കുക. ആ ഫയൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പുഷ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ബ്രാഞ്ച് കൂടി ഉണ്ടാക്കാൻ പോകണം. ഞാനൊരു സെറ്റപ്പ് കൂടി കാണിച്ചു തരാം. ഞാനിവിടെ വർക്കർ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കുകയാണ്. ക്രിയേറ്റ് ന്യൂ ബ്രാഞ്ച്. അതിൻ്റെ സോഴ്സ് വേണമെങ്കിൽ ഏത് കൊടുക്കാം, വേണമെങ്കിൽ വർക്കർ 1 കൊടുക്കാമെന്നു, വർക്കർ 2 കൊടുക്കായിരുന്നു. ഓക്കെ, എനിക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതായത് വേണമെങ്കിൽ വർക്കർ 1ൻ്റെ താഴെയാണ് വർക്കർ 2 എന്ന് പറഞ്ഞ ഹൈറാർക്കിയിൽ വേണമെങ്കിൽ ഇദ്ദേഹം ബ്രാഞ്ച് വേണമെങ്കിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വർക്കർ 2 എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം എന്തായത്, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ആഡ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അതായത് ക്രിയേറ്റ് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് പേര് കൊടുത്തു, വർക്കർ 2ൻ്റെ സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ദിസ് ഈസ് മൈ ഫയൽ എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, കമ്മിറ്റ് ചേഞ്ചസ് കൊടുത്തു. കമ്മിറ്റ് ചേഞ്ചസ് എപ്പോഴും കമ്മിറ്റ് മെസ്സേജ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ വർക്കർ 2ൽ ഇങ്ങനെ ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്കർ 2 എന്ന് മാറ്റി ബ്രാഞ്ച് മാറ്റി ഞാൻ വർക്കർ 1ൽ കൊണ്ടിട്ടു. അപ്പോൾ ആ ഫയൽ കാണുന്നുണ്ടോ, ഇല്ല. ഞാൻ എന്ത് ചെയ്തു, ഇനി വർക്കർ 1 എന്ന് മാറ്റി ഞാൻ എന്ത് ചെയ്തു, മെയിൻ ബ്രാഞ്ചിലോട്ട് കൊണ്ടിട്ടു. അത് മറ്റേ ഫയൽ ഇവിടെ കാണുന്നുണ്ടോ, ഇല്ല. കാരണം എന്തുകൊണ്ട് കാണാത്തത്, ആ ഫയൽ കിടക്കുന്നത് എവിടെയാണ്, വർക്കർ 2ലാണ്. ഇനി ആ ബ്രാഞ്ചിന് എന്ത് ചെയ്യാം, അയാളുണ്ടാക്കിയ ബ്രാഞ്ചിനുണ്ടാക്കിയ ചേഞ്ചസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതായത് ഒരു 5 ബ്രാഞ്ച് ഉണ്ടാക്കുക, 5 ബ്രാഞ്ചസിനുള്ള ഓരോ ചേഞ്ചസ് ഉണ്ടാക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങോട്ട് പുൾ ചെയ്ത് എന്ത് ചെയ്യുക, ആ ചേഞ്ചസിനെ മെയിൻ ബ്രാഞ്ചിലേക്ക് വരുത്തുക. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് പുൾ റിക്വസ്റ്റ് ഉണ്ടായി. അതുപോലെ തന്നെ എന്ത് ചെയ്തു, മെർജ് പുൾ റിക്വസ്റ്റും മെർജിങ്ങും എന്ത് ചെയ്തു നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് കമ്മിറ്റും അവിടെ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞത്, ചില പ്രൊജക്റ്റിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രൊജക്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പുൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള
ക്രൈറ്റീരിയ ഒക്കെ വരണമെങ്കിൽ എന്ത് അതൊക്കെ കവർ ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോഡിൽ പോയിട്ട് നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാൻ എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ ആ ഫയൽ എത്തി, ഞാനത് പുൾ ചെയ്തെടുത്തു അല്ലേ, മെയിൻ വർക്ക് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 ബ്രാഞ്ചോ അല്ലെങ്കിൽ 10 ബ്രാഞ്ചോ എത്ര ബ്രാഞ്ച് ഉണ്ടാക്കിക്കോ, 10 ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, 10 ബ്രാഞ്ചിൽ എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എഡിറ്റിന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുപോകുക. ബട്ട് മാക്സിമം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ എപ്പോഴും ഇതിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 50 കമ്മിറ്റെങ്കിലും എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു 50 കമ്മിറ്റെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണെന്ന് അർത്ഥം. പിന്നെ നിങ്ങൾക്ക് കുറേ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഈ GitHub എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറെ ചെയ്യേണ്ട മെത്തേഡാണ്, ഇപ്പോൾ ചില പ്രോജക്റ്റ് വരുമ്പോൾ അവരുടെ പ്രോജക്റ്റിൽ സ്റ്റാർ ഒക്കെ ഇടാൻ പറയും. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഒരു നൊസാന മൊഞ്ചിൻ്റെ ഏജൻസി ചലഞ്ച് ഒരു റെപ്പോസിറ്ററി, ഇതെന്താണ്, വേറെ ആരും ഉണ്ടാക്കിയ ഒരു റെപ്പോസിറ്ററി, അവരുടെ പ്രൊജക്റ്റിൻ്റെ റെപ്പോസിറ്ററി ആണെന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, അവരെന്തെങ്കിലും റീഡ്മി ഫയൽ ഉണ്ട്, നമ്മൾ ആദ്യം കണ്ടില്ല റീഡ്മി ഫയൽ, അതിനുള്ളൊക്കെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്താണ് ഈ ചലഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കുറേ ഫയൽസ് കാണുന്നുണ്ട്, സോഴ്സ് ഫയൽ, ഡോക്കർ ഫയൽ, ഇവരുടെ പ്രൊജക്റ്റിന് ആവശ്യമുള്ള ഒരുപാട് ഫയൽസുകളാണ്, എൻവയോൺമെൻറ്റ് ഫയൽ കിടക്കുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, നിങ്ങളുടെ പ്രൊജക്റ്റ് ഞങ്ങളുടെ റെപ്പോ സ്റ്റാർ ചെയ്യാൻ പറയും. അതിനകത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ മേലെ ഉണ്ടോ, അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്കിതിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു അസറ്റ് ഇത് മൊത്തം എടുത്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടേതായ രീതിയിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ഇതിനുള്ളിൽ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയാൾ ഈ മെയിൻ ബ്രാഞ്ച് ഈ പുള്ളിക്കാരനായിരിക്കും എന്ത് ചെയ്യുക, മാനേജ് ചെയ്യേണ്ടാവുക. ഡിജം ബ്രിട്ട് എന്ന് പറഞ്ഞ പുള്ളിയായിരിക്കും ചിലപ്പോൾ മാനേജ് ചെയ്യേണ്ടാവുക. അങ്ങനെ ഒരു പുള്ളി മാനേജ് ചെയ്യേണ്ട സ്ഥാനത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ നോക്കി എന്ത് പറ്റില്ല, നമ്മളിവിടെ എഡിറ്റ് ചെയ്തിട്ടുന്നില്ല, നമുക്കിവിടെ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, കമ്മിറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും, അവർ പറയും നിങ്ങളിത് ഫോർക്ക് ചെയ്യാൻ പറയും. ഇത് ഫോർക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഫോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ക്യാൻസൽ ചെയ്യാണ്. കാരണം ഞാൻ പറഞ്ഞു മനസ്സിലാൻ വിചാരിക്കുന്നു. ഞാനത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുണ്ടാക്കി പബ്ലിക് റെപ്പോസിറ്ററിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഞാനത് കമ്മിറ്റ് ചെയ്യാം, പക്ഷേ ആൾ എന്ത് ചെയ്യില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയും നമ്മളുണ്ടാക്കിയ സാധനം. കാരണം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്ര കെയർഫുൾ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം എന്ത് ഇവിടെ കിടക്കണ്ടാവുക. അതിലേക്ക് ഞാനൊരു ചേഞ്ച് വരുത്തുന്നു, ഒരു പൊട്ടത്തരം ചേഞ്ചസ് വരുത്തിയിട്ട് എന്ത് പറ്റും, അവരത് ഡിലീറ്റ് ചെയ്ത് കളയും. ഡിലീറ്റ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് അപ്ലൈ ആവില്ല, അത് സെപ്പറേറ്റ് പോയി കിടക്കുകയുള്ളൂ, അതിലേക്ക് ഒന്നും ചേഞ്ച് ചെയ്യില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എനിക്കിത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ എൻ്റെ റെപ്പോസിറ്ററിനെ ഞാൻ ഫോർക്ക് ചെയ്യും. ഫോർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോൺ ചെയ്യാന്നർത്ഥം. അതിനെന്ത് ചെയ്യുക, ഇവിടെ വന്ന് എന്ത് വരും, നമുക്ക് ഇവിടെ ഫോർക്ക് എന്നാണ് അവിടെ തന്നെയല്ലേ, ഫോർക്ക് യുവർ ഓൺ കോപ്പി ഓഫ് നൊസാന ചലഞ്ച്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ റെപ്പോസിറ്ററിലേക്ക് പോവുകയാണ്, എൻ്റെ പ്രൊഫൈലിൽ പോവുകയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ചെക്ക് ചെയ്യാണ്, എൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഈ നൊസാന ചലഞ്ച് വന്ന് ഏജൻറ്റ് ചലഞ്ച് കണ്ടില്ലേ, ഞാനിവിടെ ഫോർക്ക് ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു GitHub റെപ്പോസിറ്ററി ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ വേറൊരു GitHub റെപ്പോസിറ്ററി എടുക്കുന്നതിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഈ ലൈബ്രറി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എക്സ്പ്ലോർ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ പബ്ലിക് ആയിട്ടുള്ള കുറേ ലൈബ്രറീസ് കാണാൻ പറ്റും. അപ്പോൾ ടെസ്റ്റ് നെറ്റിലുള്ള കുറച്ച് വലിയ ആളാണ് ഈ സുണ്ണുണ്ട്. അപ്പോൾ സുണ്ണിൻ്റെ ഇവിടെ പബ്ലിക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സുണ്ണിൻ്റെ പ്രൊഫൈലിലേക്ക് ഒന്ന് പോയി വെക്കാം. അപ്പോൾ ഇതാണ് സുൺ എക്സ്പീഡർ പ്രൊഫൈൽ. അപ്പോൾ ആൾ ജെൻ എക്സ്പീഡ് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജെൻസിൻ ടെസ്റ്റ് ഒരു നോഡറൻ ടെസ്റ്റിൻ്റാണ്. അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജെൻസിൻ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇയാൾ പുള്ളിക്കാരനൊക്കെ വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് ഫോർക്ക് ചെയ്യാൻ പോകണം. ഇവിടെ കാണാൻ പറ്റും 190 പേര് എന്തുണ്ട്, സ്റ്റാർ ചെയ്തിട്ടുണ്ട്. 111 ഫോർക്ക് ചെയ്ത് അവരുടെ റെപ്പോസിറ്ററിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജെൻസിൻ ടെസ്റ്റിൻ്റെ നോഡ് ഗൈഡാണ്. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജെൻസിൻ ടെസ്റ്റിലും എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് പൈസ കൊടുക്കണം, സ്വന്തമായിട്ട് VPS ഒക്കെ പഠിക്കണം, എന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ഫോർക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലേക്കുള്ള കൊണ്ടിടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ മങ്ക് എന്ന് പറഞ്ഞ പേര് കൊടുക്കണം, ഒരു പേരും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ഫോർക്ക് എന്ന് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, നേരത്തെ നമ്മൾ കാണുന്നത് എവിടെയായിരുന്നു, ഈ പ്രൊഫൈൽ ഈ ഒരു പ്രൊജക്റ്റ് എവിടെ കാണുന്നത്, സുണ്ണിൻ്റെ പ്രൊഫൈലായിരുന്നു. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് എവിടെ കാണാൻ പറ്റുന്നത്, എൻ്റെക്കാണ്. ഞാനൊരു കോപ്പി എടുത്ത് വെച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യാം, എനിക്ക് ഇതിനുള്ളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഫയൽ ആഡ് ചെയ്യുക, ഫയൽ ഡിലീറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതൊരു കോപ്പി അല്ല എൻ്റെ എടുക്കുന്നത്, ഇത് അതായിട്ടൊരു ബന്ധമില്ല. ഞാൻ അതായിട്ട് ബന്ധം എന്തിനും, ഞാൻ അവിടെ പോയിട്ട് എനിക്കൊരു ബ്രാഞ്ച് ഉണ്ടാക്കി തരണം, എനിക്കതിൽ അലോ ആക്സസ് തരണം. എന്നിട്ട് എന്ത് ചെയ്യും, ആ ബ്രാഞ്ചിൽ ഞാൻ വർക്ക് ചെയ്ത് ഞാനത് വർക്കിംഗ് ആയിട്ടുള്ളൊരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സുണ്ണ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് മെയിൻ ബ്രാഞ്ചിലേക്ക് വേണമെങ്കിൽ മെർജ് ചെയ്യാം. എന്നൊക്കെയാണ് സെറ്റപ്പ് നടക്കേണ്ടത്. പക്ഷെ നമുക്കിവിടെ നമ്മൾ എന്ത് ക്ലോൺ ചെയ്തൊരു കാര്യത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പുതിയ ഫയൽ ആഡ് ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യാം, കോഡ് എന്ത് ചെയ്യാം, പുതിയതായിട്ട് കോഡ് വേണമെന്നുണ്ടെങ്കിൽ കോഡ് ഇതിനല്ല യൂസ് ചെയ്യുന്നത്, പുതിയതായിട്ടൊരു ഫയൽ ആഡ് ചെയ്യാം. പുതിയതായിട്ട് എന്തെങ്കിലും ഫയൽസ്, ടെസ്റ്റ് ഫയൽസ്, ഇമേജ് ഫയൽസ് ഒക്കെ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനുള്ളിൽ ആകെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ ഫസ്റ്റ് ചെയ്യണ കാര്യം എന്താണ്, മാക്സിമം പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരുപാട് റെപ്പോസിറ്ററി ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെപ്പോസിറ്ററി ഉണ്ടാക്കാട്ടോ, പ്രൈവറ്റ് പബ്ലിക്കായിട്ട് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റുകൾ ഒരുപാട് ഉണ്ടാക്കാൻ നോക്കുക. ഒരു 50 കമ്മിറ്റെങ്കിലോ അല്ലെങ്കിൽ 100 കമ്മിറ്റെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പ്രൊഫൈൽ ഉണ്ടാക്കാൻ നോക്കുക. ഇനി ഭാവിയിൽ കുറേ പ്രൊജക്റ്റൊക്കെ
വരുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അതായത് റിയൽ യൂസറാണെന്ന് കണ്ടെത്താനായിട്ട് ഇതുപോലെ ഗിറ്റ് ഹബ് നല്ലോണം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ റിയൽ യൂസറാണെന്ന് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് എന്ത് ചെയ്യാം, ഇതുപോലെ ഗിറ്റ് ഹബ്, കാരണം ഇത് മൾട്ടി അടിക്കുന്ന ആൾക്കാർ 20 അക്കൗണ്ട് മൾട്ടി അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ 20 ഗിറ്റ് ഹബ് ഒന്നും ഉണ്ടാവില്ല. കാരണം കുറേ പേര് ഈ ഗിറ്റ് ഹബ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അപ്പം തന്നെ ടെസ്റ്റ് നെറ്റ് പോയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഇത് അടിച്ചു പോകാൻ കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ പബ്ലിക് റെപ്പോയിൽ പോയിട്ട് ഒരുപാട് കുറച്ചൊരു 5-10 റെപ്പോസിറ്ററി എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതിലേക്ക് എന്ത് ചെയ്യുക, ഫോർക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കുക. ഒന്നും ചെയ്യണ്ട, വെറുതെ ഫോർക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ 3-4 ഫയൽ എടുത്തിട്ട് വെറുതെ അതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുറേ കമ്മിറ്റ് വരുത്തുക. ഒരു 10-20 ഫയൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ കമ്മിറ്റ് വരുത്തുക. അപ്പോൾ ഇതിൽ കുറേ റെപ്പോസിറ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏത് റെപ്പോസിറ്ററി എടുത്തു എന്നിട്ട് എന്ത് ചെയ്യുക, അതിലിങ്ങനെ കുറേ കമ്മിറ്റുകൾ വരുത്തി എന്ത് പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഇതുപോലെ ബാനായി പോവാതെ കീപ്പ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് മാക്സിമം പറ്റും എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ റെപ്പോസിറ്ററി പോകണമെന്ന് എന്ത് ചെയ്യാൻ മതി, നിങ്ങൾ യുവർ റെപ്പോസിറ്ററി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഉള്ളൊരു സാധനമാണ് ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് പ്രോയിലേക്ക് ഞാൻ പോവുകയാണ്. ഇതിനുള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നമുക്ക് ക്ലോൺ ചെയ്ത് നമുക്ക് ഗിറ്റ് ഹബിൽ നമുക്ക് കോഡ് ബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിറ്റ് ക്ലോൺ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഇവിടെ HTTPS അല്ലെങ്കിൽ SSH ചെയ്തെടുക്കുക. ഞാനിവിടെ HTTPS എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗിറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ VS കോഡിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഗിറ്റ് ക്ലോൺ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നത് ഗിറ്റ് ക്ലോൺ എന്ന് അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ HTTPS കോഡ് കൊടുത്തതിന് പറ്റും നിങ്ങളുടെ ഈ ഒരു റെപ്പോസിറ്ററി അവിടെ ഫുള്ളായിട്ട് ക്ലോൺ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഞാനിവിടെ നാൻസൺ ചലഞ്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കണം. എൻ്റെ ഇപ്പോൾ പറയുന്ന ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ, ഞാനിവിടെ കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് നമ്മൾ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിലൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഏജന്റ് ചലഞ്ച് കണ്ടില്ലേ, ഈ ഏജന്റ് ചലഞ്ച് എവിടെ കണ്ടതാണ്, ഞാൻ എൻ്റെ ഗിറ്റ് ഹബിൻ്റെ ഇതിനുള്ളിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ റെപ്പോസിറ്ററിയിലേക്ക് പോവാണ്, ടെസ്റ്റ് നെറ്റ് എൻ്റെ പ്രൊഫൈലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഏജന്റ് ചലഞ്ച് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും അസറ്റ്, നോസ് ജോബ് ഡെഫ്, SRC മാസ്റ്റർ, അങ്ങനെ കുറേ പ്രൊഫൈലാണല്ലേ. ഇത് തന്നെ എനിക്ക് ഇവിടെ കാണുന്നുണ്ടോ, അസറ്റ്, മാസ്റ്റർ, അതുപോലെ എല്ലാ സാധനങ്ങളും അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കാണല്ലേ. നോസ് ജോബ് ഡെഫ് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് നോഡ് മോഡൽസ് ഒക്കെ ഉണ്ടാവും. ഇതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നോഡൊക്കെ അത് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് അതേ സാധനങ്ങൾ ഇവിടെ വന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഗിറ്റ് ക്ലോൺ എന്ന് അടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ കുറച്ച് എൻവയോൺമെന്റ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ ഇത് കാണിച്ചു തരുന്നുള്ളൂ. ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കോഡ് എടുത്തിട്ട് ഈ ഇത് അടിച്ച് കഴിഞ്ഞാൽ ഒരു URL കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഗിറ്റ് ക്ലോൺ കൊടുത്തെങ്കിൽ ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇതേ സാധനങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കോഡ് എഡിറ്ററിൽ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഗിറ്റ് ഹബിൽ പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്യാൻ നോക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉണ്ടാക്കിയ അക്കൗണ്ടിൽ ഈ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കമന്റ് ബോക്സിൽ എല്ലാവരും കൊണ്ടെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രോജക്റ്റ് നമ്മൾ ഗിറ്റ് ഹബ് ഇതുപോലെ ആ ദിവസം ഉണ്ടാക്കിയത്, ആ പ്രോജക്റ്റിന് വേണ്ടി അന്ന് തന്നെ കുറേ പേര് ഗിറ്റ് ഹബിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അന്ന് തന്നെ ഈ ക്രിപ്റ്റോന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് കണക്ട് ചെയ്തു. പിറ്റേ ദിവസം എന്ത് ചെയ്തു, ആ ഗിറ്റ് ഹബ് അടിച്ചു പോകാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യും, റിയൽ യൂസർ ആണെന്ന് എന്ത് ചെയ്യും, അതിൽ കുറച്ച് കമ്മിറ്റ് ഉണ്ടാവും, അതിൽ കുറച്ച് പ്രോജക്റ്റുകൾ ക്ലോൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫോർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആക്റ്റീവ് യൂസറാണെന്ന് നടത്താം. അപ്പോൾ അയാൾ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്ന നടത്താം. അതുപോലെ തന്നെ ഒരു 10-20 ഫോളോവറൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ വർക്ക് ചെയ്യുന്നൊരു ആക്റ്റീവ് റെപ്പോസിറ്ററി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ ഗിറ്റ് ഹബിന് മനസ്സിലാവും, ഓക്കെ ഇതൊരു ഒറിജിനൽ ആളുടെ റെപ്പോസിറ്ററി ആണ്, ഇങ്ങനെ പൊട്ട കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യും, അവരെ ഗിറ്റ് ഹബ് വാലിഡ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഗിറ്റ് ഹബിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും പ്രൊഫൈൽ എല്ലാവരും എടുത്തിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതം വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് തന്നെ ഗിറ്റ് ഹബ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. കോഡ് ക്ലോൺ ചെയ്യുന്നതല്ല പറഞ്ഞത്, ബ്രാഞ്ചസ് ഉണ്ടാക്കുക, ഒരു 5-10 ബ്രാഞ്ചസ് ഉണ്ടാക്കുക. അതുപോലെ ഒരു 10-50 കമ്മിറ്റെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 100 കമ്മിറ്റെങ്കിലും എന്ത് ചെയ്യുക, കമ്മിറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചോ. വൺ ടൈം ജോബാണ്, പിന്നീട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഒരുപാട് പ്രൊജക്റ്റുകൾ എക്സ്പ്ലോർ വന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഒരു 5-6 പ്രൊജക്റ്റ് ക്ലോൺ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ അതിനുള്ളിൽ എന്ത് ചെയ്യുക, കുറച്ച് കമ്മിറ്റൊക്കെ വരുത്തി ചേഞ്ച് ചെയ്തിട്ട് നോക്കുക. എററൊക്കെ വന്ന് എന്ത് ചെയ്യുക, എററൊക്കെ വന്നെങ്കിൽ നേരെ ChatGPT യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എറർ എന്ന് സെർച്ച് ചെയ്ത് ആ എറർ ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാനതിന് ആൻസർ തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.